നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നതോടുകൂടിയാണ് അൽ നസർ എന്ന സൗദി അറേബ്യൻ ക്ലബിൻ്റെ തലവര മാറിയത്. മികച്ച പ്രകടനം ക്രിസ്ത്യാനോ റൊണാൾഡോ പുറത്തെടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ഒഫീഷ്യൽ കിരീടം ഇതുവരെ നേടാൻ അൽ നസറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് പോരായ്മകൾ ഇപ്പോഴും ടീമിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ടീം കൂടുതൽ ശക്തിപ്പെടുത്താൻ ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല അൽ നസറിൻ്റെ മാനേജ്മെൻറ്റും അതിന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടീവ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബെൽജിയൻ സൂപ്പർ താരമായ കെവിൻ ഡിബ്രൂയിനയെ കൊണ്ടുവരാൻ വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബിനോട് ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഡിബ്രൂയിനയ്ക്ക് ഓഫർ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ തൻ്റെ ക്ലബിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഡിബ്രൂയിന വരുന്നതോടുകൂടി മധ്യനിരയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറാൻ കഴിയുമെന്നും ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ വിശ്വസിക്കുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ തന്നെ ഡിബ്രൂയിനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റൂമറുകൾ വളരെ സജീവമായിരുന്നു. സിറ്റിയുമായുള്ള ഡിബ്രൂയിനയുടെ കോൺട്രാക്റ്റ് അടുത്ത വർഷമാണ് അവസാനിക്കുക. ആ കരാർ പുതുക്കാൻ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല. മറ്റേതെങ്കിലും ക്ലബിലേക്ക് അദ്ദേഹം പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത് മുതലെടുക്കാനുള്ള ശ്രമങ്ങളായിരിക്കും അൽ നസർ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്തുക. ഒരു ആഴ്ചയിൽ $1 മില്യൺ അദ്ദേഹത്തിന് പ്രതിഫലമായി കൊണ്ട് വാഗ്ദാനം ചെയ്യാൻ ഇപ്പോൾ അൽ നസർ ഒരുക്കമാണ്. മാത്രമല്ല MLS-ലെ ചില ക്ലബ്ബുകൾക്കും ഡിബ്രൂയിനയിൽ താല്പര്യമുണ്ട് എന്നതാണ്. ആർക്ക് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. കഴിഞ്ഞ പ്രീമിയർ ലീഗ് സീസണിൽ പരിക്ക് കാരണം വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട താരമാണ് ഡിബ്രൂയിന. 18 മത്സരങ്ങൾ അദ്ദേഹം കഴിഞ്ഞ പ്രീമിയർ ലീഗിൽ കളിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് കഴിഞ്ഞ സീസണിൽ കളിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും 10 അസിസ്റ്റുകളും 4 ഗോളുകളും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഏതായാലും ഇനി അദ്ദേഹം മാഞ്ചസ്റ്റർ സിറ്റിയിൽ തുടരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.